ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ്വാമിയിലെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നന്മ നിറഞ്ഞ നന്മ നിറഞ്ഞതും ഐശ്വര്യം നിറഞ്ഞതുമായ ഒരു വിഷു ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 14/4/25. അപ്പോൾ പവിത്രം സീരിയലിൽ നമുക്ക് കഥ കേൾക്കാം. അപ്പോൾ നമ്മുടെ വേദയും ശ്രീജയും കൂടെ പോയിട്ട് വിഷുക്കണി ഒരുക്കാനുള്ള സാധനങ്ങൾ മേടിക്കാൻ മാർക്കറ്റിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു ബിഗ് ഷോപ്പിൽ നിറയെ നമ്മുടെ കണിക്കൊന്നകളുണ്ട്. അതുപോലെ കുറേ പഴവർഗ്ഗങ്ങളൊക്കെ മേടിക്കേണ്ട, വെള്ളരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് അതിൻ്റെയൊക്കെ അപ്പോൾ അതിങ്ങനെ വെള്ളരിയുടെ കണിവെള്ളരി മേടിക്കുമ്പോൾ നമ്മൾ ശ്രീജ പറയുന്നുണ്ട്, കഴിഞ്ഞ വർഷം വരെ അച്ഛൻ കണിവെള്ളരി അവിടെ ഉണ്ടാക്കിയിരുന്നു, ഒരുപാട് പേര് നമ്മളവിടെ വന്നിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് പോയത് എന്ന് പറയും. അപ്പോൾ നമ്മുടെ വേദം വയ്ക്കുമ്പോൾ അതെന്താ ഇപ്രാവശ്യം ഇല്ലാത്തറിയുമ്പോൾ എല്ലാം കൂടെ അച്ഛൻ എത്താഞ്ഞിട്ടാണ്, അതുകൊണ്ടാണ് ഇപ്രാവശ്യം വയ്ക്കാമെന്ന് പറയും. അങ്ങനെ ബില്ല് പേ ചെയ്തവർ രണ്ടാളും കൂടെ അങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ പറയും വേദേ, എനിക്ക് പേടിയുണ്ട് കേട്ടോ, അച്ഛനതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമോ എന്നുള്ളൊരു പേടിയുണ്ട്, നന്ദിനി എങ്ങാനും വിളിച്ച് പറയുമോ എന്ന് ഒരു പേടിയുണ്ട് എന്ന് പറയും ശ്രീജ. അപ്പോൾ പറയും, എന്തിനാണ് ശ്രീജേച്ചി പേടിക്കേണ്ടത്, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അപ്പോൾ കാരണം ഇനിയിപ്പോൾ ആണെങ്കിൽ തന്നെയും അച്ഛൻ അവിടെ നിന്ന് വരുമ്പോഴേക്കും നമ്മൾ കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ പറയും. അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട. പിന്നെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അതന്നെ ചെയ്തുകൊണ്ടിരുന്ന പതുക്കെ ആ ഒരു ഇതിന് ബലം, അതായത് ഒരു ശക്തി ഓർമ്മിരിക്കും ആ ഒരു ദേഷ്യത്തിനോട്. അപ്പോൾ ആദ്യം നമ്മുടെ വേദോട് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനാണ് പറയുക, ആദ്യം അങ്ങോട്ട് കയറണ്ടെന്ന് പറയും. എന്നിട്ടും വേദം അത് ചെയ്യുമ്പോൾ പിന്നെ മാഷ് അതിനെപ്പറ്റി പറയില്ല. പിന്നെ അതുപോലെ ഭക്ഷണം തനിച്ച് പാചകം ചെയ്ത് കഴിക്കണം എന്നാവും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതും പിന്നെ അത് മാറ്റി ഇപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ ഇത് മാഷ് മാറും. ഇനി ഒരു ദിവസം മാഷ് അച്ഛൻ വന്നിട്ട് വേദയെന്ന് വിളിച്ച് എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്ന ഒരു ദിവസം വരും എന്നൊക്കെ ഇങ്ങനെ ശ്രീജയോട് പറയണം. അതുകൊണ്ട് ശ്രീജ അടുത്ത് ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോരുകയാണ് കേട്ടോ. അപ്പോൾ പറയും, പിന്നെ അതല്ല ഇപ്രാവശ്യത്തെ വിഷു ശ്രീജടത്തിക്ക് ഒരു സർപ്രൈസ് ഉണ്ട് അറിയും. അപ്പോൾ പറയും, എനിക്കോ എന്ന് ചോദിക്കട്ടോ. ശ്രീജടത്തിക്ക് തന്നെ എന്നറിയും. അപ്പോൾ അതെന്താ ചോദിക്കും. അത് സർപ്രൈസ് ആരുമെങ്കിലും നേരത്തെ പറയുമോ, അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടാളും കൂടെ പോകാൻ ഒരു ഓട്ടോയിലൊക്കെ പോയി അവിടെ പോയി ഇറങ്ങുകയാണ് വീട്ടിൽ. എന്നിട്ട് കാശൊക്കെ കൊടുത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ കമലമ്മ ഇറങ്ങി വരും. എല്ലാം വാങ്ങിച്ചോ മോളെ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം വാങ്ങിച്ചമ്മയെന്ന് പറയും. അപ്പോൾ വേദന ഷോപ്പർ വാങ്ങിയിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറുമ്പോൾ നന്ദിനി എന്നറിയും. ഇതിപ്പോൾ ഈ വീട്ടിൽ വിഷു കണി വെക്കാനോ അതോ ഇവിടെ ഉള്ളവരെ കെണി വെക്കാനോ എന്ന് വെച്ചിട്ട് നന്ദിനി ഇങ്ങോട്ട് വരും. അപ്പോൾ പറയും, നീ ഒരു നല്ല ദിവസമായിട്ട് എന്തിനാ നന്ദിനി ഇങ്ങനെ ഓരോന്ന് പറയണം, അനാവശ്യമായിട്ട് ഓരോന്ന് പറയണ വയ്ക്കുമ്പോൾ അതിന് ഇന്നല്ലല്ലോ, പിന്നെ വിഷു നാളെയല്ലേ നല്ല ദിവസം എന്നറിയും. അപ്പോൾ പറയും, ആയിക്കോട്ടെ, എന്നാലും ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ പറയണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളെ വേദ പറയും, നന്ദിനി അടുത്ത് അവിടെ പറഞ്ഞോട്ടെ. അപ്പോൾ പിന്നെ ഞാനതൊക്കെ വെറും ഒരു കോമഡി ആയിട്ടാണ് കണ്ടിരുന്നത് പറയും. അപ്പോൾ പറയും, കോമഡി ആയിട്ടോ എന്ന് പറയും. അപ്പോൾ അതെ, അല്ലാണ്ട് നന്ദിനി അടുത്തേക്ക് ഇവിടെ അത്ര സീരിയസ് ആയിട്ട് നന്ദിനി അടുത്തേക്ക് കണ്ടിരിക്കുന്നത്, എല്ലാം ഒരു തമാശയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറയും. അപ്പോൾ പറയും, അമ്മേ കണ്ടോ അമ്മേ, അപ്പോൾ ഞാൻ ആരാ ഇവിടുത്തെ എന്നൊക്കെ പറയും. അതിൽ കമല പറയും, നിനക്ക് വേറെ ഒരു പണിയില്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് കയറിപ്പോവുക. അപ്പോൾ നമ്മളെ കിട്ടണ ഇതിന് നമ്മളെ വേദം നന്ദിനിക്കിട്ട് നല്ല കൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളെ വേദം അങ്ങനെ എല്ലാവരും ശ്രീജടത്തിയും അകത്തേക്ക് കയറിപ്പോവും. കമലാമ്മ അകത്തേക്ക് കയറുമ്പോൾ പിന്നെ വേദം ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ കൊഞ്ഞനം കാണിക്കുകയാണ് നന്ദിനീനെ. അപ്പോൾ പുടി എന്ന് പറയുന്നുണ്ട് നന്ദിനി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ അങ്ങനെ കണിയൊരുക്കുക, അങ്ങനെ എല്ലാം കൂടെ ഉള്ള എല്ലാ സെറ്റപ്പ് ചെയ്യണം. മാലകളും തോരണങ്ങളൊക്കെ തൂക്കുന്നുണ്ട്, കണി വെള്ളരി എല്ലാം എടുത്ത് വയ്ക്കുക, ഫ്രൂട്ട്സ്. അപ്പോൾ നന്ദിനി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇവരെന്തൊക്കെയോ തമാശകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നന്ദിനി ഇങ്ങനെ വരുമ്പോൾ നന്ദിനി ഇങ്ങനെ നോക്കുകയാണ് ഒരു വല്ലാത്തൊരു ഭാവത്തോടെ. പറയും, നീയും കൂടെ അവരുടെ കൂടെ നന്ദിനി. വേണ്ട എന്നറിയാം. അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോഴല്ലേ അതിനൊരു രസം എന്നിങ്ങനെ കമലമ്മ പറയുന്നുണ്ട്. അപ്പോൾ പറയും, ഇനിയിപ്പോൾ ഞാനെങ്ങാനും കണിയൊരുക്കി കഴിഞ്ഞ് വല്ലവരുടെ കണ്ണ് പൊട്ടണ്ട അറിയും. നീ എന്താ നന്ദിനി ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ വേദ എഴുന്നേറ്റ് പോയിട്ട് നന്ദിനീനെ വിളിക്കുകയാണ്. വാ നന്ദിനി എടുത്ത് പറയുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ
കുടഞ്ഞെറിയാണ് നമ്മുടെ വേദയുടെ. അപ്പോൾ പറയും, വാ നന്ദിനി എടുത്ത് എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്നത്, എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നല്ലേ അതിനൊരു രസമുള്ളൂ, വാ നന്ദിനി എടുത്ത് വാ എന്ന് പറയും. അപ്പോൾ എന്നിട്ട് അവിടെ പോയിരിക്കുക. അപ്പോൾ നന്ദിനി എടുത്ത് അമ്മയെ വിഷമിപ്പിക്കുകയല്ലേ എന്ന് പറയുമ്പോൾ, ഞാൻ അമ്മയൊന്നും വിഷമിപ്പിക്കുന്നില്ല അറിയാം. അപ്പോൾ പിന്നെ എന്താ അമ്മ പറഞ്ഞത് അനുസരിക്കാത്ത, വന്നിരിക്കുക അറിയും. അങ്ങനെ അവിടെ പോയിരിക്കുക. അപ്പോൾ നമ്മൾ ശ്രീജേർത്തിയും പറയും, നീ എന്താ കുട്ടികളെ പോലെ നന്ദിനി ഇവിടെ വന്നിരിക്കുകയെന്ന് അറിയാം. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇപ്പം എന്നോട് പഴയ സ്നേഹമൊന്നുമില്ല ഇവൾ വന്നതിന് ശേഷം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ കമലമ്മോട്. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നുമില്ല നന്ദിനി, എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഇപ്പോൾ പഴയ സ്നേഹമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വേദം എടുത്ത് വഴിക്ക് പറയും, അമ്മേ ഇനി ദിവസം 3 നേരം 5 മിനിറ്റ് നന്ദിനി എടുത്തിനെ സ്നേഹിക്കണം കേട്ടോ, ഇനിയിപ്പോൾ അങ്ങനെ ഒരു കുറവ് വേണ്ട എന്ന് പറയും. കണ്ടോ അമ്മ ഇവൾ എന്നെ കളിയാക്കുമെന്ന് പറയുമ്പോൾ, കളിയാക്കിയതല്ല, സത്യമാണ് ഞാൻ പറഞ്ഞത് അറിയാം. ഇപ്പോൾ ഈ വിഷു എന്താണെന്നറിയോ എന്ന് ചോദിക്കുമ്പോൾ, അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറയും. കമലമ്മയെ ചോദിക്കുക, വിഷു എന്താണെന്ന് അറിയോ ചോദിക്കുമ്പോൾ, നമ്മുടെ മറ്റേ നന്ദിനി അറിയും, അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ എന്താ എന്ന് പറയും. അപ്പോൾ ഏതോ ഒരു അസുരനെ കൊന്നിട്ടല്ലേ വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മളെ വേദം പറയും, ഏതോ ഒരു അസുരനല്ല, നരകാസുരനെ കൊന്നിട്ടാണ്. നരകം എന്ന് പറയും. ഒക്കെ ഒരു പുച്ഛ ഭാവമാണ് പിന്നെ ഈ നന്ദിനിക്ക്. അപ്പോൾ പിന്നെ പറയും, അതല്ല പിന്നെ ശ്രീരാമൻ മറ്റേ എന്താണ് നമ്മളുടെ രാവണനെ കൊന്നിട്ട് അവിടെ പൂർണ്ണമായ സൂര്യനെങ്കിൽ പൂർണ്ണ സൂര്യൻ ഉദിച്ച് അതും വിഷുവായിട്ട് ആഘോഷിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ ശ്രീജ പറയുക, അത് അങ്ങനെ ഒരു ഇതുണ്ടോ, അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്ന് പറയും കേട്ടോ. അങ്ങനെയും ഒരു ഇതുണ്ട് എന്ന് പറയും. പിന്നെ അതെല്ലാം സമയം കറക്റ്റായിട്ട് വരുന്ന അങ്ങനെയും അതും വിഷുവായിട്ട് ആഘോഷിക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ കുറേ വിഷുവിനെ പറ്റി ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൾക്ക് നന്ദിനിക്ക് ദേഷ്യം, നിർത്ത് മതി എന്നറിയും നന്ദിനി. അപ്പോൾ നന്ദിനി ഇങ്ങനെ മുഖത്ത്, കാരണം എന്ത് നന്ദിനി ചെയ്താലും എന്ത് നമ്മുടെ വേദ ചെയ്താലും നന്ദിനിക്ക് അതൊക്കെ കുറ്റമാണ്, അതിനൊക്കെ കുറ്റമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോഴേക്കും പുറത്ത് നമ്മളെ വിക്രം വരികയാണ്. വിക്രം വരുമ്പോഴേക്കും നമ്മുടെ പിന്നെ വേദ പറയും, ഞാനിപ്പോൾ വരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുന്നേറ്റ് പോവുകയാണ്. എന്നിട്ട് വിക്രം എന്നുള്ള ചില, അപ്പോൾ വിക്രം ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കാണ് ചില, എനിക്ക് വിക്രമത്തിനോട് കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറയും. ഇപ്പോൾ എനിക്ക് വിക്രത്തിൻ്റെ ഒരു സഹായം വേണമെന്ന് പറയും. നിനക്ക് സഹായമോ, നീ വേറെ വല്ലവരോടും പോയി ചോദിച്ചു നോക്ക്, എനിക്കൊന്നും വയ്യ നിനക്ക് സഹായം ചെയ്യാൻ, നീ അത് എന്നോട് ചോദിക്കേണ്ട അറിയാം. പറയും, ഇനിയിപ്പോൾ ഞാൻ ആരുടെ മുന്നിൽ പോയിട്ട് തല കുനിച്ച് കൊടുക്കുക താലി കെട്ടാൻ, എൻ്റെ കഴുത്ത് താലി കെട്ട ആളോടല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നറിയും. അപ്പോൾ ഇങ്ങനെ നോക്കും കേട്ടോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഞാൻ പറയുന്നത് ഒന്ന് ചെയ്തു തരണം, എനിക്ക് വേണ്ടിയിട്ടല്ല, ഈ വീട്ടിലെ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് അത് വിക്രം ചെയ്യണമെന്ന് പറയും. അപ്പോൾ വീട്ടിലെല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ വിക്രം നോക്കും, എന്താ പറ എന്ന് പറയും. അപ്പോൾ ഇത് പറയുന്നുണ്ട്, പക്ഷെ നമുക്കത് കേൾക്കില്ല. അപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ വിക്രം ഇങ്ങനെ ചിരിക്കും. അപ്പോൾ വേദി രണ്ടാളും ഇങ്ങനെ ചിരിക്കുകയാണ്. അത് പറഞ്ഞിട്ട് വേദ പറഞ്ഞെടുത്ത് നമുക്ക് പ്രേക്ഷകർക്ക് കേൾക്കാൻ പറ്റില്ല അവർ തമ്മിലുള്ള സംഭാഷണം കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ നമ്മുടെ വിശ്വം വരുന്നുണ്ട്. വിശ്വം അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പിന്നെ വിഷുക്കണേക്ക് ഒരുക്കിയോ നന്നായി, അപ്പോൾ വിഷുക്കട്ടയൊക്കെ ഉണ്ടാക്കണില്ലേ എന്ന് പറയും. അപ്പോൾ ശ്രീജ അറിയാം, ഒക്കെ ഞാൻ ഉണ്ടാക്കി തരാം വിഷു കേട്ടോ, വെറുതെ മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പിന്നെ ശ്രീജ പറയുന്നുണ്ട് കേട്ടോ. കാരണം ആ മനുഷ്യനെ തിന്നുക എന്നുള്ള ഒരൊറ്റ ചിന്തയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പുലർച്ചെ വിഷുക്കണി കാണിക്കുകയാണ് നമ്മുടെ കമലമ്മേനെയും ഒക്കെ. അപ്പോൾ കമലമ്മയുടെ മുഖം പിന്നെ പൊത്തിക്കൊണ്ട് വരുന്നത് നമ്മുടെ വേദയാണ്. അങ്ങനെ ഓരോ കമലമ്മ വിഷുക്കണി കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് വിശ്വത്തിൻ്റെ കണ്ണ് പൊത്തിക്കൊണ്ടിട്ടുണ്ട് ശ്രീജേർത്തി. നന്ദിനി വിനയൻ്റെ കണ്ണ് പൊത്തി അങ്ങനെ കൊടുന്ന് എല്ലാവരും വിഷുക്കണി കാണുക. വിഷുക്കണി കണ്ടിട്ട് പറയും, പിന്നെ ഇതിലും മോള് പോയി വിക്രമിനെ വിളിച്ചിട്ട് വാ എന്ന് പറയുകയാണ് പിന്നെ കമലമ്മ. അപ്പോൾ പറയും, വിക്രം പുറത്തുണ്ട്, നമുക്കൊക്കെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് പുറത്തുണ്ട് പറയുമ്പോൾ, സർപ്രൈസോ, ഇനി എന്താ സർപ്രൈസ്, ഇതിലും വലിയ സർപ്രൈസാണ് പുറത്തെന്ന് പറയും. അപ്പോൾ പറയും, അത് ശ്രീജേടത്തിക്കും വിശ്വട്ടനുള്ളതാണ് എന്ന് പറയും. അപ്പോൾ പറയും, എന്താന്ന് വാതിൽ തുറക്കാൻ വരൂ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി വാതിൽ തുറക്കുമ്പോൾ കാണാം ഒരു ഉണ്ണിക്കണ്ണൻ മുറ്റത്ത് നിൽക്കണു, പൊന്നോടെ കുഴലൊക്കെ പിടിച്ചിട്ട് കാണാം ഒരു കുട്ടി. അപ്പോൾ നോക്കുമ്പോഴാണ് ഇവരുടെ മോളെ കൊണ്ടുവന്നിരിക്കുക. അതാണ് വിക്രമായിട്ട് ചർച്ച ചെയ്ത് പിന്നെ ഏർപ്പാടാക്കിയതാണ് നമ്മുടെ വേദ. അങ്ങനെ മോളയിൽ നിന്ന് പോയി കെട്ടിപ്പിടിക്കുക. വിക്രമാണ് പൂത്തിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ നല്ലൊരു ഭംഗിയുള്ളൊരു ഇതാണ് കേട്ടോ. ആ സീനെ കാണാണ്ടിരിക്കാൻ പറ്റില്ല, നല്ല രസമായിട്ടുണ്ടത്. അപ്പോൾ അങ്ങനെ മോളെ പോയി കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ ശ്രീജ.
അതിൽ വിക്രം പറയുക, അത് ഇന്നലെ വേദയെല്ലാം പറഞ്ഞ് സെറ്റാക്കിയാണ് മോളെ. ഞാൻ ഇന്നലെ രാത്രി തന്നെ പോയി കൊണ്ടുവന്നു. മോളെ ഒരുക്കിയത് വേദയാണ്. ഇന്ന് പുലർച്ചെ വന്ന് മോളെ ഒരുക്കിയതൊക്കെ വേദയാണ് പറയുമ്പോൾ നമ്മളെ പിന്നെ കമലമ്മയ്ക്കും ഭയങ്കര സന്തോഷം, വിശ്വം എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ വിനായകൻ ഇങ്ങനെ നോക്കുമ്പോൾ നന്ദിനി ചിരിക്കണമെന്നില്ല. നന്ദിനി ഇങ്ങനെ ഗൗരവത്തിലേക്ക് പറഞ്ഞു, ഒന്ന് ചിരിക്കടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ എല്ലാവരും കാണിക്കാൻ വേണ്ടി ഒന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് എല്ലാവരുടെ അടുത്തേക്ക് ഇങ്ങനെ വിശ്വം പോയെടുക്കുന്നുണ്ട്. അങ്ങനെ കമലമ്മ പോയി ഉമ്മ വയ്ക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ കുട്ടിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, ഞാനും അച്ഛനും കൂടെ ഇന്ന് അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു മോളെ കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയും. അപ്പോൾ വിക്രം പറയും, അതിന് മുന്നേ മോൾ ഇങ്ങോട്ട് വന്നില്ലേ. അപ്പോൾ വേദ പറയും, മോളും കൂടെ അവിടെ വേണമായിരുന്നു, എന്നാലും നിങ്ങളുടെ വിഷു പൂർണ്ണമാവുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു എന്നിങ്ങനെ പറയും നമ്മുടെ വേദ. എല്ലാം മുൻകൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്യണ കുട്ടി. അപ്പോൾ കമലാമ്മ പറയും, പിന്നെ ഇതുവരെ ഈ വീട്ടിൽ ആർക്കും തോന്നാത്ത കാര്യമാണ് മോൾക്ക് തോന്നിയത്, ഒരുപാട് സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും പിന്നെ പടക്കം പൊട്ടിക്കാൻ എന്നാന്ന് നോക്കിയിട്ടുണ്ട് വിനയൻ കുട്ടിയോട്. അപ്പോൾ അയ്യോ എനിക്ക് പടക്കം പേടി അറിയാം. അപ്പോൾ നമുക്ക് വേണ്ട, കുറേ പൂത്തിരിയും കമ്പിത്തിരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കത്തിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടെ അതിങ്ങനെ പൂത്തിരിയൊക്കെ കത്തിക്കുന്നത്. വിഷ്കൈനേട്ടം വിശ്വനോടാണ് കുട്ടി ചോദിക്കുന്നത്. അപ്പോൾ പറയും, അച്ഛനല്ല അച്ഛമ്മയാണ് തരുന്നത് വിഷ്കൈനേട്ടം, അപ്പോൾ തരാട്ടോ എന്ന് പറയും. പിന്നെ അങ്ങനെ എല്ലാവർക്കും വിഷ്കൈനേട്ടം കൊടുക്കും. അപ്പോൾ വിഷ്കൈനേട്ടം ഭയങ്കരമൊക്കെ പുറത്ത് പോയിട്ട് വേഗം പിന്നെയും പൂത്തിരിയും കമ്പിത്തിരിയൊക്കെ കത്തിക്കും ഒക്കെ ചെയ്യാണ്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ വേദം ഇങ്ങനെ ജനലിനുള്ളിൽ കൂടെ പുറത്തേക്ക് ഇങ്ങനെ വിഷമത്തോടു കൂടി നോക്കുമ്പോൾ കമലമ്മയ്ക്ക് മനസ്സിലായും വീട് മിസ് ചെയ്തു എന്ന്. അപ്പോൾ കമലം പറയും, മോളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട, അടുത്ത വർഷം നമുക്ക് 2 വീട്ടുകാർക്കും കൂടെ ഒരുമിച്ച് വിഷു ആഘോഷിക്കാം, അതിന് ദൈവം എനിക്ക് ഇടവരുത്തട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നമുക്ക് പോയി പൊട്ടിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദ കുട്ടീനെയും വിളിച്ച് അങ്ങനെ പുറത്ത് പോവുകയാണ്. പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ അടിപൊളി പരിപാടി ഒക്കെ പാട്ട് സന്തോഷം. ആ ഒരു നല്ല ഇതാണ്, ഹാപ്പി വിഷു ഒക്കെ എല്ലാവർക്കും അവർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നമ്മുടെ വേദയുടെ വീട്ടിൽ ആരുമില്ല, അച്ചമ്മയും പിന്നെ അനിയത്തിക്കുട്ടിയും മാത്രമേ ഉള്ളൂ. മറ്റാൾ അങ്ങോട്ട് ശ്രീകാന്ത് വർഷയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടാളും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ഈ കുട്ടീൻ്റെ അടുത്ത് നിന്നിട്ട് ആ മുത്തശ്ശി ഇങ്ങനെ ഇത് കൊടുക്കുകയാണ്, മോളെ സാധാരണ മുത്തശ്ശി ചെയ്യുന്നത് തെറ്റിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിലിങ്ങനെ ഇത് വിഷ്കൈനേട്ടം വെച്ച് കൊടുക്കുന്ന സമയത്ത് അവൾ പറയും, എന്ത് രസമായിരുന്നു, ഇങ്ങനെയായിരുന്നു നമ്മളെ വീട്ടിലെ വിഷു, എന്ത് രസമായിരുന്നു, ഇപ്പോൾ ആരുമില്ല, അച്ഛനും അമ്മയും ഇവിടെ ഇല്ല, ശ്രീയേട്ടനാണെങ്കിൽ വർഷേച്ചിയുടെ അടുത്തേക്കും പോയി, നമ്മൾ മാത്രമായില്ലേ, പിന്നെ ഇവിടെ മുത്തശ്ശി നമ്മളെ വീട് എന്താ അങ്ങനെ ആയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയാണ്. അപ്പോൾ പറയും, സാരില്ല മോളെ വിഷമിക്കേണ്ട, അടുത്ത പ്രാവശ്യം നമുക്ക് കേമാക്കാമെന്നറിയും. അപ്പോൾ പറയും, അപ്പോൾ വേദേച്ചി അവിടെയൊക്കെ അടിച്ച് പൊളിക്കുമല്ലേ വിഷു എന്ന് പറയുമ്പോൾ ആവും, പക്ഷേ എവിടെയായാലും സന്തോഷമായിട്ടിരിക്കട്ടെ, അതറിഞ്ഞാൽ മതി, അവരൊരുമിച്ചു എന്നുള്ളത് കേൾക്കുന്നതല്ലേ സന്തോഷം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും, അച്ഛനും അമ്മയ്ക്കെങ്കിലും ഒന്ന് വന്നാൽ മതിയായിരുന്നു വിഷു ആയിട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയല്ലേ, അവർ നല്ലൊരു കാര്യത്തിന് വേണ്ടി പോയതല്ലേ, അതൊക്കെ കഴിച്ച് അവർ സന്തോഷമായിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരട്ടെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും വരട്ടെ, മോള് വിഷമിക്കാതെ എല്ലാം ശരിയാവുമെന്ന് പറയുകയാണ്. അപ്പോൾ അവളിങ്ങനെ മുത്തശ്ശീനെ കെട്ടിപ്പിടിച്ച് കരയായിരുന്നു. വിഷുക്കണിയും പടക്കവും പൊട്ടിക്കലൊക്കെ ആയിട്ട് ഗംഭീരമായിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം അവരോട്ടുള്ള ഒന്നുമില്ല, അതിനു വേണ്ടി മറ്റൊരുത്ത് ഭയങ്കര ആഘോഷങ്ങളാണ്. പിന്നെ അവിടെ കാണിക്കുന്നത് എല്ലാവരും കൂടെ സദ്യയൊക്കെ വിളമ്പി എല്ലാവരും കൂടെ വട്ടളഞ്ഞിരിക്കുകയാണ്. കമലാമ്മ എല്ലാവരുടെ ഇതിലും ഭക്ഷണം വിളമ്പുകയാണ്, സദ്യവട്ടങ്ങൾ ഓരോന്നോരോന്ന് വിളമ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ വേദയും ശ്രീജേർത്തി എന്തോ പറഞ്ഞിങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും കണ്ടിട്ട് നന്ദിനിക്ക് അത്ര സഹിക്കില്ല. നന്ദിനി ഇങ്ങനെ ഗൗരവത്തിൽ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. അത് വേദ പറയുകയാണ്, അമ്മയും കൂടി ഇരിക്കുമോ, ഇനി അമ്മ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടേ പറയും. ഇല്ല, നിങ്ങൾ കഴിക്കുക, ഞാൻ വിളമ്പിത്തരാം, ഒരാൾ വിളമ്പാൻ വേണ്ടേ, ഞാൻ വിളമ്പിത്തരാം, നിങ്ങൾ കഴിക്കുക പറയും. അപ്പോൾ അത് വേണ്ട അമ്മ വന്നിരിക്കുകയാണെങ്കിൽ പിന്നെ തനിച്ചിരിക്കേണ്ടിരിക്കുമ്പോൾ അത് സാരല്ല അറിയും. അപ്പോൾ ശ്രീജ അറിയും, അച്ഛനില്ലാത്തതുകൊണ്ടാവില്ല അമ്മയെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ കഴിക്കുകയെന്ന് പറയും. അങ്ങനെ മോൾക്ക് പേരക്കുട്ടിക്ക് ഇങ്ങനെ ചോറ് വാരി കൊടുക്കുന്നതും ഒക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഇത് പോണത്. അത് കഴിഞ്ഞ് നമ്മളെ കമലമ്മ മാഷ്ക്ക് വിളിക്കുക കേട്ടോ. മാഷെ പിന്നെ കുറച്ച് ദിവസമായിട്ട് കാണാമല്ലോ, അമ്മയുടെ അടുത്ത് പോയിരിക്കുകയല്ലേ. അപ്പോൾ കമല ഫോൺ റിങ് ചെയ്യുമ്പോൾ മാഷ് നോക്കുമ്പോൾ കമലയാണ്. കമലയെന്ന് പറയുമ്പോൾ ഹാപ്പി വിഷു മാഷേ നേരിട്ട് ഇങ്ങനെ വിഷ് ചെയ്യാണ്. അപ്പോൾ പറയും, എന്നും പതിവില്ലാത്തതാണല്ലോ ഒരു വിഷയിലൊക്കെ, എന്താ ഇത് അറിയുമ്പോൾ പറയും, മാഷേ ഇവിടെ എല്ലാവരും വിഷു ആഘോഷിക്കുകയാണ് എല്ലാവരും കൂടെ എന്ന് പറയുമ്പോൾ, എന്നും പതിവില്ലാത്തതാണല്ലോ അറിയുമ്പോൾ, മാഷേ ഒന്നും പതിവില്ലാത്ത, പക്ഷേ ഇപ്രാവശ്യം എല്ലാവരും ഭയങ്കര ആഘോഷത്തിലാണ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ മാഷേ, നമ്മളെ അപ്പുമോളെ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പുമോള് വന്ന് പറയുമ്പോൾ ആ മാഷ്ക്ക് അതിശയം തോന്നുക. അപ്പോൾ പറയാം, വേദ വിക്രമിനോട് പറഞ്ഞ് രഹസ്യമായിട്ട് സർപ്രൈസ് വന്നാൽ എല്ലാവർക്കും കൂടെ അപ്പുമോളെ കൊണ്ടുവന്നു, ആർക്കും ഇതുവരെ തോന്നാത്ത കാര്യങ്ങൾ അറിയുമ്പോൾ
നന്നായി, ആ കുട്ടിയുടെ വീട്ടിലും ഇതൊക്കെ ഉണ്ടാവുമല്ലേ പറയുമ്പോൾ ആ മാഷേ മാറ്റങ്ങൾ വേണമല്ലോ മാഷ പറയുന്നത്, മാറ്റങ്ങൾ ഇനിയൊക്കെ മാറ്റങ്ങളൊക്കെ ആവട്ടെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും അതെ മാറ്റങ്ങളാണ് മാഷേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും എന്നാൽ ശരി നിങ്ങൾ ആഘോഷിക്കുക. അപ്പോൾ അമ്മ ഉണ്ടോ എവിടെ ഇല്ലേക്കുമ്പോൾ ഇല്ല അമ്മ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടില്ല പറയും. അപ്പോൾ എന്നാൽ പിന്നെ എന്താ പറയുക അമ്മ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം എന്ന് പറയാണ് മാഷ്. പിന്നെ കമല ആ കുട്ടി ആ കുട്ടിയുടെ വീട്ടിൽ പിന്നെ ഇങ്ങനെ ഈ ആഘോഷങ്ങളൊക്കെ നടത്തുന്നതായിരിക്കും. അതുകൊണ്ട് ഇനി നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവളുടെ ആഘോഷങ്ങളൊന്നും മുടക്കണ്ട, അവളുടെ എന്താ സന്തോഷം അതുപോലെയൊക്കെ ചെയ്യുക, അവളുടെ സന്തോഷം നോക്കി അവൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുക കേട്ടോ എന്നിങ്ങനെ പറയാണ് മാഷ്. അതൊന്നും മുടക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കമലമ്മയ്ക്കനെ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ശരി മാഷേ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും പടക്കം പൊട്ടിക്കുകയാണ് വിശ്വം. അങ്ങനെ അവർ പിന്നെയും ഉച്ചൂണൊക്കെ കഴിഞ്ഞ് വീണ്ടും പടക്കം പൊട്ടിക്കലും കമ്പിത്തിരി മത്താപ്പ് കത്തിക്കലൊക്കെ ആയിട്ട് അങ്ങനെ ആഘോഷമാക്കുകയാണ് പിന്നെ നമ്മളുടെ വിഷു ഈ പവിത്രം സെറ്റിൽ. അപ്പോൾ എല്ലാവരും പവിത്രം മിസ് ചെയ്യാണ്ട് കാണുക. ഇപ്രാവശ്യത്തെ പവിത്രം സീരിയൽ സൂപ്പറാണ്. അതിന് പ്രൊമോ കാണിക്കുന്നുണ്ട്, അത് പിന്നെ പറയാമുണ്ടോ. അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട്, അടിപൊളിയാണ് ഇന്നത്തെ പവിത്രം സീരിയൽ, മിസ്സാക്കാണ്ട് കാണുക. ഓക്കെ, അതുപോലെ രാധാസ്വാമിലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്കും ചെയ്യണേ. വീണ്ടും എല്ലാവർക്കും വിഷു ആശംസകൾ. ഓക്കെ, താങ്ക് യു.